ദിസ് ഈസ് അർജുൻ MP. ചങ്ങായിന്റെ ഫുഡ് ചാലഞ്ച് വീഡിയോസ് എല്ലാം വൈറലാണ്. എല്ലാ ഫുഡ് ചാലഞ്ച് വീഡിയോസിന് പ്രൈസ് മണി എന്ന് പറയുന്നത് 10,000 rupees ആണ്. ബട്ട് നിങ്ങളടുത്ത് 10,000 rupees ഇല്ലാന്ന് വിചാരിക്കേ. Can you make a viral Arjun MP food challenge video? Well, that's what we are gonna find out today. ഫുഡ് വാങ്ങണം, കണ്ടസ്റ്റൻസിനെ കണ്ടുപിടിക്കണം, പ്രൈസ് മണി കൊടുക്കണം. And this has to be a banger video. All with just 10% budget of a viral Arjun MP food challenge video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഹോട്ടലിലെ മുഴുവൻ മെനു കഴിച്ചാൽ നിങ്ങൾക്ക് 1000 രൂപ. ഇല്ല കേട്ടോ, ഒരു ഹോട്ടലിലെ മുഴുവൻ മെനു ഒന്നും കഴിക്കണം. നമ്മളെ പ്രൈസ് മണി ആകെ 1000 ആയതുകൊണ്ട് തന്നെ നമ്മൾ തിന്നേണ്ട സംഭവം കുറച്ചിട്ടുണ്ട്. അർജുൻ MP വീഡിയോയിലുള്ള 30 ഐറ്റം എല്ലാം കഴിച്ചാലാണ് നിങ്ങൾക്ക് 10,000 കിട്ടുക. പക്ഷെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും 10 ഡിഷ് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തായാലും 1000 രൂപ നമ്മൾ തരുന്നതായിരിക്കും. കുറച്ച് റൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ചലഞ്ച് ചെയ്യാൻ നമുക്കൊരു ആളാവശ്യമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ആളെ തപ്പാം. എപ്പോഴത്തെ പോലെ തന്നെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ തപ്പി കണ്ടുപിടിക്കാൻ കുറേ സമയം എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് 2 ആളെ കണ്ട് വെറുതെ ഓരോടൊന്നും ചോദിച്ചതേ ഉള്ളൂ. ബട്ട് ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ബ്രോ തിരക്കില്ല, ഒരു യൂട്യൂബ് ചാലഞ്ചിൽ വരാൻ താല്പര്യമുണ്ടോ? ഒരാൾക്കേ പറ്റുള്ളൂ കേട്ടോ. ഒരു ഫുഡ് ചാലഞ്ചാ, പൈസ കിട്ടും. ഫുഡ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ പൈസ കിട്ടുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളെ പ്രൈസ് മണി പറഞ്ഞാൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എനിക്ക് ഡൗട്ടാണ്. പ്രൈസ് മണി പറയാണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് ആടുന്ന് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, പേരെന്താ? ആഷിത്ത്. ഞാൻ വിചാരിച്ചു നമുക്ക് കുറെ നേരം നടക്കേണ്ടിരുന്ന ഒരാളെ തപ്പിയിട്ട്, പക്ഷെ ഫസ്റ്റ് ചോദിച്ച ആളെ തന്നെ കിട്ടിയിട്ടുണ്ടെന്നാ പോവാൻ അങ്ങോട്ട്. എൻ്റെ മാരകമായ കൺവിൻസിങ്ങിൽ വീണിട്ട് ബ്രോ ഓക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോകേണ്ട പരിപാടിയാണ്. അതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് റൂൾസും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. സിമ്പിൾ റൂൾസ് ആണ്. ഒരു ഹോട്ടലിലെ 10 ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രോക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1000 rupees ആണ്. ഇനി 10 എണ്ണം കഴിക്കാൻ പറ്റൂല്ലെങ്കിൽ 5 എണ്ണം കഴിച്ചാലും നമ്മൾ 500 rupees കൊടുക്കുന്നതായിരിക്കും. ഈ 10 ഐറ്റംസ് കഴിക്കാന്ന് പറഞ്ഞതിൽ ഒന്ന് എന്തായാലും ബിരിയാണി ആയിരിക്കണം, ഒന്ന് എന്തായാലും 2 പൊറോട്ട ആയിരിക്കണം. ബാക്കിയുള്ളത് എന്തുവാണെങ്കിലും ബ്രോക്ക് സെലക്ട് ചെയ്യാം. അവിടെയുള്ള കടിയോ ഒരു ചപ്പാത്തിയോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എടാ ഇതത്ര ടഫ് ചാലഞ്ച് ഒന്നും അല്ലല്ലോ എന്ന്. അങ്ങനെ തന്നെയാണ് നമ്മളെ കണ്ടസ്റ്റന്റ് വിചാരിച്ചത്. ബട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ങായിക്ക് മനസ്സിലായി ഇത് അത്ര സിമ്പിൾ ഒന്നും അല്ലാന്ന്. അപ്പൊ ആദ്യം തന്നെ ബിരിയാണി പറയട്ടെ, ഒരു ചിക്കൻ ബിരിയാണി. നമ്മളെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും ബ്രോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. സോ ബ്രോന്റെ ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു ടാക്ടിക്സ് ഇറക്കി. ഇത് വെറുതെ അല്ല കേട്ടോ, ഇത് മാരകമായൊരു പ്രൈസ് മണി ഉണ്ട് നമ്മളെ ചലഞ്ചിൽ. ശരിക്കും തമാശ അറിയുന്നില്ല. 3ാമത്തെ സാധനം തിന്നാൻ ഞാൻ പ്രൈസ് മണി തരാം. അന്നേരം ഞെട്ടും. വെച്ചിട്ടുണ്ടോ? ഞെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ 100 രൂപ അങ്ങോട്ട് തരും. വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് തരും. ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി പോയതാ, ഒരു ആവശ്യമില്ലേനും. എന്റെ കയ്യിലുള്ള 100 രൂപയും കൂടി പോകുന്ന എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാം പ്ലേറ്റ് എന്തിനാറിയില്ല, കുഴപ്പമില്ല, അടക്കട്ടെ. അർജുൻ MP അറിയോ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ ചങ്ങായിന്റെ വീഡിയോ റീക്രിയേറ്റ് ചെയ്യുന്നതാ. കണ്ടാലും അറിയല്ലേ? അതെന്തായാലും നന്നായി. അർജുൻ MP എല്ലാം 10,000 രൂപ കൊടുക്കുന്നതെന്ന് ചങ്ങായിക്ക് നേരത്തെ അറിയെങ്കിൽ എന്റെ പ്രൈസ് മണി കേട്ടല്ലേ ഞെട്ടലായിരിക്കില്ല, എന്നെ പിടിച്ച് ചവിട്ടലായിരിക്കും. എന്തിനാ വന്ന് ശരിക്കും കടൽപ്പാലത്ത്? അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മള് ആദ്യത്തെ ഡിഷ് വന്നു. ഫസ്റ്റത്തെ സംഭവം വന്നിട്ടുണ്ട്, ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബ്രോട്ട് കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല, ഒന്നും വിചാരിക്കണ്ട. സ്വന്തം അത് നല്ല കഥ. പിന്നെ വീഡിയോ എടുക്കാനല്ലേ നമ്മൾ വന്നേ. പ്ലേറ്റിലേക്ക് 2 ചിക്കൻ പീസും ബിരിയാണി എല്ലാം പോയിട്ടുണ്ട്. പ്രൈസ് മണിയെല്ലാം ചിലപ്പോൾ ബ്രോ നേടുമായിരിക്കും. എന്നാലും നാളെ ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ നമ്മളെ കൊതികൊണ്ട് പണി കിട്ടാനും ചാൻസ് ഉണ്ട്. ഞാൻ അടുത്ത് കുറേ നേരം എന്തെല്ലോ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വന്നതിന് ശേഷം ബ്രോന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിലാണ്. ഞാൻ പറയുന്നൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല. മേ ബി അതായിരിക്കും ബ്രോന് ജയിക്കാനുള്ള സ്ട്രാറ്റജി. വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ, തൊണ്ടയെ കെട്ടിയിട്ട് കഴിക്കാൻ 2 പേരാവും. നല്ല ചൂട് വെള്ളമുണ്ട്, മണപ്പെല്ലാം പണിയാ. ഫുഡിന്റെ വയസ്സിൽ നമ്മളോട് ഒന്നും പണിക്കണ്ട, അത്ര വേണമെങ്കിൽ തിന്നാ. 10 കൂടുതൽ വേണമെങ്കിൽ തിന്നോ. നമ്മളതിനൊരു ഇതിനു വേണ്ടി 10 പറഞ്ഞ. നീ ഒന്ന് വായ് കൂട്ടിയിരിക്കോ മരഭൂതമേ. അതാണ് ബ്രോ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്. എനിക്ക് 100% ഉറപ്പാണ്. ഒട്ട് സിനിക്ക് എന്താ തോന്നുന്നത്? ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യോ? കണ്ടിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. ഒക്കെ എന്താ തോന്നുന്നത്? കംപ്ലീറ്റ് ചെയ്യോ? ചാൻസ് ഉണ്ടോ? നോക്കാം. എന്താ ചെയ്യുന്നത്? വലിയ പൈസക്കാരാട്ടാ. ഇനിയിപ്പോ പ്രൈസ് മണി പറഞ്ഞാൽ ചിലപ്പോൾ നെട്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ബ്രോ തിന്നത് കണ്ടിട്ട് ഞാൻ തന്നെ വിചാരിച്ചു, എടാ ഈ ഒരു ചാലഞ്ച് ഭയങ്കര ഈസി ആയി പോയല്ലോ. ഇത് ഫസ്റ്റ് ഡിഷ് അല്ലേ, അന്നേരം സിമ്പിൾ ആയിട്ടെല്ലാം തോന്നും. ഈ ബിരിയാണി ഒന്ന് നിന്ന് കഴിഞ്ഞോട്ടെ, അന്നേരമാണ് നമ്മൾ ഈ ഒരു ചാലഞ്ചിന്റെ ഡിഫിക്കൽട്ടി അറിയാൻ വേണ്ടി പോകുന്നത്. അർജുൻ MP എല്ലാം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വെച്ചു അങ്ങനെയൊക്കെ സുഖം ഇങ്ങനെ പോയിട്ട് ഇരുന്നാ പോയി. പക്ഷെ ഒരാളെ തിന്നതിന് നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേ, ആ തിന്നാക്ക് എന്തായിരിക്കും തോന്നണ്ട? ബ്രോക്ക് എന്തെങ്കിലും തോന്നണ്ട നമ്മളിങ്ങനെ ഇരിക്കുന്നിട്ട്. അതൊന്നും ഡിഷല്ല, ഫസ്റ്റ് ഡിഷ് കഴിഞ്ഞ് നമുക്ക് അടുത്ത പറയാൻ സമയമായി. ഗൈസ് ഒന്ന് ക്യാമറ നോക്കി ഇരിക്കലാക്കിയ 2 പൊറോട്ട,
വയർഫുള്ളായോ? സ്ഥലമുണ്ടാ? ഓ, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് തോന്നുന്നു. പൊറോട്ട പറയുമ്പോ ബ്രോ നല്ല കോൺഫിഡന്റ് ആയിരുന്നു, പക്ഷെ തിന്നാൻ തുടങ്ങിയപ്പോ അത്ര കോൺഫിഡൻസ് ബ്രോക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ രണ്ടാമത്തെ ഡിഷ് അങ്ങനെ വന്നിട്ടുണ്ട്. 2 പൊറോട്ട സാലഡ. തുടങ്ങിക്കോ, ആരെയും കാത്തിക്കണ്ട, തുടങ്ങിക്കോ, എല്ലാം ബ്രോക്കുള്ളയാ. ഇത് പക്ഷെ എനിക്ക് തോന്നില്ലേ, കുറച്ച് എളുപ്പമായി പോയെന്ന് തോന്നുന്നുണ്ടല്ലേ? ലേശം എളുപ്പമായി പോയത്. എന്നാ നമുക്ക് ഇത് മാറ്റാം, ഇനി എല്ലാം ബിരിയാണി എന്നാ പറയാ. അങ്ങോട്ട് ബ്രോന്റെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഏതാ? എത്ര കിട്ടിയാലും തിന്നുന്നല്ലേ? ഞാൻ ഒരു കോൺട്രവേഴ്ഷ്യൽ ചോദ്യം ചോദിക്കാം. മന്തിയാണോ ബിരിയാണിയാണോ ഏറ്റവും ടേസ്റ്റ്? ഞാൻ മന്തി കഴിച്ചു, എന്നാലും ബിരിയാണി തന്നെ. നമ്മളെല്ലാം ഒരേ ടീമാ. ടീം ബിരിയാണി. താഴെ കമന്റ് ഇടും, നിങ്ങൾ ടീം ബിരിയാണിയാണോ ടീം മന്തിയാണോ? ആദ്യത്തെ പൊറോട്ട ബ്രോ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ തീർന്നു, പക്ഷെ രണ്ടാമത്തെ പൊറോട്ടയിലേക്ക് എത്തിയപ്പം he started to struggle. രണ്ടാമത്തെ ഡിഷിന്റെ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇനിയും കിടക്കാട് 8 ഡിഷ്. പേടിക്കാന്നില്ല, ബാക്കിയില്ല ബ്രോക്ക് ഇഷ്ടമുള്ള പറയാം. ഞാൻ നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ 8 ബിരിയാണി കൂടെ നിന്നല്ലേ നല്ലൊരു രസമുള്ളൂ. രണ്ടാമത്തെ ഡിഷ് ആയിട്ടുള്ളെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ ബ്രോ നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 8 ഡിഷ് ബ്രോ എങ്ങനെയാ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ബ്രോ കഷ്ടപ്പെട്ട് തിന്നുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതുവരെ റിവീൽ ചെയ്യാത്ത ആ ഒരു പ്രൈസ് മണിക്ക് വേണ്ടിയിട്ട്. ഇത് കഴിയട്ടെ, എന്നിട്ട് വരെ എല്ലാം തിന്നിട്ടേ പോളൂ. ഏട്ടൻ വരെ ഞെട്ടിപ്പോയി. അപ്പോൾ പ്രൈസ് മണി കേട്ടാൽ നിങ്ങളും ബ്രൂ ഞെട്ടൂലേ? രണ്ടാമത്തെ പൊറോട്ട എന്നാൽ മുമ്പ് ടാക്ടിക്സ് മാറ്റി കക്കരിയും കൂട്ടിയിട്ട് അടി വേണമെങ്കിൽ അച്ചാറും കൂട്ടി അടിച്ചു. അച്ചാറുണ്ട്, വെറൈറ്റി കോമ്പിനേഷൻ ആയിരിക്കും. രണ്ടാമത്തെ പൊറോട്ട ചങ്ങായിക്ക് തിന്നാൻ പറ്റുന്നേ ഉണ്ടായില്ല. സോ ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ലൈഫിൽ ഇങ്ങനെ കുറേ ടഫ് ചാൻസസ് വരും, നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. ഗൾഫിലെല്ലാം പോയ ആളോട് പറയണോ അല്ലേ? ഗൾഫിലെന്തിനാ പോയേ? ടൂർ പോയതാ. കുറേ നേരമായി വായി നോക്കിയിരിക്കുന്നു. ബസ് എത്തി ഞാനാടന്ന് 2 കക്കിരി എടുത്ത് നിന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ കഷ്ണം പൊറോട്ടയിലെത്തിയൊക്കെയാണ്. പൊറോട്ട അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഡിഷ് ഫിനിഷ് ഇങ്ങനെ കാണിക്കണം. നമ്മൾ മൂന്നാമത്തെ എന്താ തീരുമാനിച്ചാ? ബ്രോന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റില് ഒരുപാട് 2 ചപ്പാത്തിയെല്ലാം നിന്ന വയർ നിറഞ്ഞിരിക്കുന്ന ആൾക്ക് എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ്? ബ്രോ അങ്ങനെ എൻ്റെ അഡ്വൈസ് ഒന്നും എടുത്തില്ല. ചങ്ങായിക്ക് എങ്ങനെയെങ്കിലും ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. ഓ, എന്താണെന്നറിയില്ല ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങായി വേറെ മനുഷ്യരാണ്. അവിടുത്തെ ഏട്ടൻ വന്നിട്ട് അവിടെയുള്ള കടികളെല്ലാം നമുക്ക് പറഞ്ഞത്. ആൻഡ് അതിൽ നിന്ന് ബ്രോ 3 എണ്ണമാണ് ചൂസ് ചെയ്തത്. നമ്മളെ ബ്രോ 3 എണ്ണം പറഞ്ഞിരിക്കുകയാണ്. ഒരു ഇറച്ചിപ്പത്തല്, ഒരു പയം നിറച്ച, ഒരു ഉന്നക്കായി അല്ലേ? 2 പയത്തിൻ്റെ ഡിഷ് ഉണ്ടല്ലോ അതിൽ. പയം ഇഷ്ടാ? നാളത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ പയം തിന്നായിരിക്കും ചിലപ്പോൾ അല്ലേ? നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ് ഓരോന്നായിട്ട് വന്ന് ഈ 3 എണ്ണം കഴിച്ചിട്ട് 500 രൂപ സെക്യൂർ ചെയ്യാൻ ബ്രോക്ക് പറ്റുമോ? പയം നിറച്ച നമുക്ക് തുടങ്ങുന്ന കേട്ടോ. പൊറോട്ടന്റെ ബിരിയാണിന്റെ അത്ര ക്വാണ്ടിറ്റി ഒന്നും ഇല്ലെങ്കിലും ഓൾറെഡി വയറ് ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു പഴം നിറച്ച് തിന്നാൻ വരെ ബ്രോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. 5 എണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ തിന്നതെല്ലാം വെറുതെ ആവും. മൂന്നാമത്തെ ഡിഷ് പകുതിയായി ഗൈസ്. പ്രൈസ് മണി റിവീൽ ചെയ്യാം. ബ്രോന്റെ മനസ്സിൽ എത്ര ഏകദേശം പ്രൈസ് മണി ഉള്ളത്? എന്റെ മനസ്സിലൊന്നുമില്ല. നിങ്ങളെ കണ്ട നിങ്ങളടുത്ത് പൈസ ഉള്ളതെന്ന് തോന്നുന്നില്ല എന്നല്ലേ ഉദ്ദേശിച്ചത്? എത്രയെങ്കിലും ഇട്. 1000. കറക്റ്റ് 1000 റുപ്യ പൈസ മതി. അങ്ങനെ തിരുന്നേ കറക്റ്റ് 1000 റുപ്യ നെട്ടിയില്ലേ? ഇല്ല, നെട്ടിയില്ല. ഞാൻ 100 റുപ്യ കൂടെ പ്രൈസ് മണിയിൽ കൊടുത്തരാ. പ്രൈസ് മണി കേട്ടിട്ട് എന്ത് തോന്നുന്നു? വെറുതെ തിന്നോന്ന് തോന്നുന്നുണ്ടോ? കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് ബ്രോ എന്ന് പറഞ്ഞത്. പക്ഷെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പുണ്ണാക്കിനെ കൊണ്ട് വെറുതെ സമയവും കളഞ്ഞ് വയറും പടക്കാക്കിയുള്ള മൈൻഡാണ് ബ്രോ. അടുത്ത നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം എത്ര പ്രൈസ് മണി എന്നെ വിളിക്ക? വർത്താനം പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പിൽ ബ്രോ മെല്ലെ പഴം നിറച്ചങ്ങ് തിന്ന് തീർത്ത് മൂന്നാമത്തെ ഡിഷും ഫിനിഷ് ആക്കി. മൂന്നാമത്തെ കഴിഞ്ഞ് 5 എണ്ണം സിമ്പിൾ ആയിട്ട് തീർക്കാല്ലേ? ബ്രോനെ കണ്ടിട്ട് ബ്രോ 10 എണ്ണം തീർത്തിട്ടേ പോകുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മളെ 4ാമത്തെ ഡിഷ് വന്നിട്ടുണ്ട്, ഉന്നക്കായ്.
ബ്രോന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം കണ്ടാലറിയാം തിന്നും അടുത്തിരിക്കുന്നത് അത് പാവം. ഉന്നക്കായി ആകെ ഒരു വിരലിന്റെ അത്ര വണ്ണേ ഉള്ളെങ്കിലും അത് തിന്നാൻ വരെ ബ്രോ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഇടക്കിടക്ക് വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് മൂപ്പർ അഡ്ജസ്റ്റ് ആക്കുന്നത്. പക്ഷെ എങ്ങനെയോ ഉന്നക്കായി ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 5ാമത്തെ ഡിഷിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ 4ാമത്തെ ഡിഷും ബ്രോ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. എല്ലാവരും കൈയ്യടി എടുക്കുക, അവരെല്ലാം കൈയ്യടിക്കുന്നുണ്ട് കേട്ടാ. കണ്ടാ ഓം അടിച്ച് നമ്മളെ സാധനം പിടിച്ച്. അങ്ങനെ നമ്മൾ 5ാമത്തെ ഡിഷ് ഇറച്ചിപ്പത്തലും ബ്രോ എടുത്തിരിക്കുകയാണ്. ഇറച്ചിപ്പത്തൽ സിമ്പിൾ അല്ലേ, ഇങ്ങനെ ഒരു മണ്ടക്കൊടക്കമായിട്ടാ പോരെ. പറഞ്ഞപ്പോ അത്ര പെട്ടെന്ന് ഇറച്ചിപ്പത്തൽ കഴിഞ്ഞ്, പക്ഷെ അത് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ബ്രോന്റെ ഇരുത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് എത്ര ഡിഫിക്കൽട്ടാണ്. എത്ര ഡിഫിക്കൽട്ട് ആയാലും ഈ ഒരു ചാലഞ്ച് ക്ലിയർ ചെയ്യുന്നു ബ്രോ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഇറച്ചിപ്പത്തലായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങി. അതിനുശേഷം സാലയിൽ മുക്കിയിട്ടെല്ലാം തിന്നോ. Let's go. ഞാനിടുന്ന് എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ബ്രോക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് ഗൈസ് ഒരു കുഞ്ഞി കഷ്ണ ഇറച്ചിപ്പത്തലാണെങ്കിലും ഓൾറെഡി വയർ ഫുള്ളായിട്ട് ഈ ഒരു ഇറച്ചിപ്പത്തൽ കയറ്റാൻ ബ്രോക്ക് പറ്റുന്നില്ല. 500 സോ ക്ലോസ് ആണ് ബ്രോ ഉള്ളത്. പക്ഷെ 500 നേടുന്നതിന് മുന്നേ തന്നെ ബ്രോ ചാലഞ്ച് ക്വിറ്റ് ചെയ്യേണ്ട ആ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക ഇറച്ചിപ്പത്തലിന്റെ. പക്ഷെ എത്ര സ്ട്രഗിളിംഗ് ആണെങ്കിലും ഈ ചാലഞ്ചിന്റെ പകുതിയെങ്കിലും ഫിനിഷ് ചെയ്യാണ്ട് ബ്രോ ഈ ഒരു ചാലഞ്ച് ക്വിറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇഷ്ടപ്പെട്ട ആ ഒരു ഇറച്ചിപ്പത്തൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. വിട്ടുകൊടുത്താ പിന്നെ നമ്മളൊന്നും കണ്ടായിപ്പോ അല്ല അങ്ങനെയൊന്നുമില്ല, വേണേ വിട്ടുകൊടുക്ക. പക്ഷെ ഈടെത്തിയിട്ട് ഇങ്ങനെ തുള്ളിയാല് അപ്പുറത്തി. എന്ത് ഡയലോഗാണിത്? മോട്ടിവേഷണൽ ഡയലോഗ്. BGM ഇട്ടാൽ ചിലപ്പോൾ ശരിയാവായിരിക്കും. ഇതാ ഒന്നും കൂടെ അതാ ആ പീസും കൂടെ അത് വാളുണ്ട്. റേഷൻ വെള്ളം കുടിച്ചിട്ട് ഗുളുക ഒതുക്കുന്ന പോലെ ഒതുക്കിക്കോ. ഈ ഒരു പീസ് കൂടി ഉണ്ടല്ലേ? ഒരു പീസും കൂടെ ഉള്ളൂ. എനിക്ക് ഉറപ്പാ ഇതെന്തായാലും ബ്രോ കംപ്ലീറ്റ് ചെയ്യും. ഒരു പീസാണെങ്കിൽ വരെ ബ്രോ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറേ നേരം ആ ഒരു പീസും വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ആ ഒരു പീസ് തിന്നു കഴിഞ്ഞാലും ബ്രോക്ക് 500 കിട്ടുക. പക്ഷെ ബ്രോ തിന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. ലാസ്റ്റ് പീസ് ബ്രോ, കുറെ നേരം അവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഫൈനലി ബ്രോ ഡിസൈഡഡ് ടു ഈറ്റ്. മൊത്തത്തിനും കിട്ടാം തീരൂ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളെ 5ാമത്തെ ഡിഷായ ഇറച്ചിപ്പത്തിൽ നേർന്നിരിക്കുകയാണ്. 6ാമത്തെ ഡിഷ് പറയുന്ന മതിയാ 5 തീർത്തുന്ന. നമ്മളങ്ങനെ ചലഞ്ച് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബ്രോന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബ് ലൈഫിലെ ഒരു മെമ്മറീസ്. 5 ഡിഷ് കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ ബ്രോക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ ബിഗ് പ്രൈസ് മണി 1000 രൂപ കൊണ്ടുവന്നെയാണ്. പക്ഷെ ബ്രോ 5 തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 500 രൂപ. സന്തോഷമാ. ടയർ മാറ്റാൻ ലേശം പൈസ ഞാൻ തന്നില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാ ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ കൂടെ കണ്ടോക്കി. ഇത് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നില്ല, യൂട്യൂബ് പറയുന്നത് കേട്ടില്ലെങ്കിൽ അല്ല എന്നെ പറയാം. വേഗം കണ്ടോ.